നവീൻ ബാബു കേസന്വേഷിച്ച മുൻ ACP ഇനി കണ്ണൂരിലെ CPM സ്ഥാനാർത്ഥി. കേസന്വേഷണം പാർട്ടിക്ക് അനുകൂലമാക്കിയതിന്റെ പ്രതിഫലമെന്ന ആക്ഷേപം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട CPM നേതാവും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യക്കെതിരായ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ CPM സ്ഥാനാർത്ഥിയാകും. വിരമിച്ച കണ്ണൂർ ACP TK രത്നകുമാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലേക്ക് കോട്ടൂർ വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക. LDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹമെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ശ്രീകണ്ഠാപുരം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു TK രത്നകുമാർ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിരമിച്ചത്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഉൾപ്പെടുന്ന കോട്ടൂർ സ്വദേശിയാണ് രത്നകുമാർ. നിലവിൽ കണ്ണൂരിലാണ് താമസിക്കുന്നത്. CPMന്റെ ശക്തികേന്ദ്രമായ കോട്ടൂർ CPMന് വിജയം ഉറപ്പുള്ള വാർഡാണ്. സ്വന്തം ദേശമായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന് 2024 ഒക്ടോബർ 14 കളക്ടറേറ്റിൽ നൽകിയ യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ക്ഷണിക്കാതെ എത്തി അധിക്ഷേപകരമായ രീതിയിൽ പ്രസംഗിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ADMന്റെ ആത്മഹത്യ സംസ്ഥാന സർക്കാരിനെയും CPMനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയതോടെ PP ദിവ്യ ആത്മഹത്യാ പ്രേരണ കേസിൽ ഏക പ്രതിയായിരുന്നു. അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നും PP ദിവ്യയ്ക്ക് അനുകൂലമായ അന്വേഷണം നടന്നതെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം ADM ആയിരുന്ന നവീൻ ബാബു മരണപ്പെട്ട കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥന് വിരമിച്ചതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കൊടുത്തതിന്റെ ഉപകാരസ്മരണയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ADMന്റെ മരണത്തിന് ഉത്തരവാദിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ വെളുപ്പിച്ചെടുക്കാൻ അന്വേഷണം അട്ടിമറിച്ചുവെന്ന ആരോപണ വിധേയനാണ് മുൻ ACP TK രത്നകുമാറെന്നും അദ്ദേഹം പറഞ്ഞു.